പെട്ടിക്കട മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രാവച്ചമ്പലത്തിനടുത്തുള്ള എക്സ്പോയുടെ കാഴ്ചകളൊന്ന് കണ്ടാലോ. വിഷമില്ലാത്ത പൈതനാണ് കയ്യിലിരിക്കുന്നതെങ്കിലും എന്തോ പാമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലേ. ഇതുവരെ ആരും കാണാത്ത പല രസങ്ങളും എൻ്റെ മുഖത്തോടെ മിന്നിമാഞ്ഞു പോകുന്നത് കാണാം. ഈ സാധനം കൈ കിടന്നങ്ങ് പിടയ്ക്കുമ്പോൾ ഭയങ്കര ഒരു വഴുവഴുപ്പാണ് ഫീൽ ചെയ്യുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ബെറ്റിന് എടുത്തതാണെങ്കിലും പിന്നീട് തോന്നി ഈ ഐറ്റത്തിന് കയ്യിലോട്ട് വയ്ക്കേണ്ടായിരുന്നു. എന്തായാലും വേഗം പാമ്പിനെയും കൊടുത്തു ഞാൻ രക്ഷപ്പെട്ടു ഓടുന്നു. പിന്നെ ഞാൻ പോയത് തത്തകളുടെ അടുത്തേക്കാണ്. മഞ്ഞയും പച്ചയും ഓറഞ്ചും ഒക്കെ കലർന്ന അടിപൊളി കളറാട്ടോ അവർക്ക്. ഈ കുഞ്ഞി തത്തയാണെങ്കിൽ ഒത്തിരി നേരം കൊണ്ട് എൻ്റെ ദേഹത്ത് വന്നിരുന്നത് തൊട്ട് ചെവിയിൽ കമ്മലൊക്കെ കൊത്തിപ്പറിക്കുന്നുണ്ട്, തലയിൽ കയറിയിരുന്ന് തലയൊക്കെ കൊത്തിപ്പറിക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാവുന്നില്ല. അടുത്തവൻ നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാല ഇടുന്നുണ്ട്. അവിടുന്ന് ഞാൻ ഓടി വന്നത് ഈ പുലിയുടെ മടയിലേക്കാണ്. എൻ്റെ കമ്മലൊക്കെ ആളങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ചേട്ടൻ തിരിച്ച് മേടിച്ച് തന്നു കേട്ടോ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. പച്ച നിറത്തിലുള്ള ഈ കൊച്ചേർക്കൻ ആരാണെന്നല്ലേ, ഇതാണ് ഇഗ്വാന. കാണാൻ ഓന്തിനെയും ഉടുമ്പിനെയൊക്കെ പോലെ ഇരിക്കുന്നെങ്കിലും ഈ പച്ച ഇഗ്വാനയുടെ വില 8,000 മുതൽ 10,000 രൂപ വരെയാണ്. അത് കുഞ്ഞിൻ്റെ വരെയാണേ. മനസ്സിനെ പേടിപ്പിക്കുന്ന ഈ ഐറ്റമൊക്കെ വിട്ടിട്ട് അടുത്തതായി കുറച്ച് മനസ്സിനും കാലിനൊക്കെ സുഖമുള്ളൊരു സാധനം കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്നല്ലേ, ഇതാണ് ഫിഷ് സ്പാ. മത്സ്യങ്ങളെ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ ഒരു ചികിത്സയ്ക്ക് ഫിഷ് പെഡിക്യൂർ അല്ലെങ്കിൽ ഇക്വോ തെറാപ്പി എന്നാണ് പറയുന്നത്. നമ്മൾ കാലുകൾ ഇതുപോലെ ആ ടാങ്കിലോട്ടൊന്ന് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ആ ഡോക്ടർ ഫിഷ് നോക്കിക്കോളും. നമ്മുടെ കാലിലെ പൊടിയും അഴുക്കും എല്ലാം അത് തിന്നുന്നുണ്ട്. ഗാലറൂഫ എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അവർ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇപ്പോൾ സകല ബ്യൂട്ടി പാർലറുകളിലും ഫിഷ് ഫുഡ് സ്പാ നടത്തുന്നുണ്ട്. സകല മാളുകളിൽ പോലും ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പം മുതലേ ഇക്കിളി കുറച്ച് കൂടുതലായതുകൊണ്ട് അൺസഹിക്കബിൾ. എന്നാലും ഞാൻ കടിച്ചു പിടിച്ചിരിക്കുക. കാരണം എന്താ, ബാക്ടീരിയയും ഫംഗസും ഒക്കെ അങ്ങ് പോട്ടെ എന്ന് കരുതി. ഇതിൻ്റെ ചാർജ് വെറും 50 രൂപയാണെങ്കിൽ നമുക്ക് എത്ര സമയം വേണം അവിടെ സ്പെൻഡ് ചെയ്യാം. അതിന് അവരൊന്നും നോ പറയത്തില്ല കേട്ടോ. പക്ഷെ ഞാൻ എന്തായാലും അടിച്ചു പൊളിച്ചു.